അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹു കൊടുക്കയില്ല. അത് കൊടുത്തു എന്ന് വന്നാൽ അള്ളാഹു സ്വയം ഒരു പങ്കുകാരെ സ്വീകരിച്ചുവെന്നാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുക. അതിനർത്ഥം എന്താ? അള്ളാഹു സ്വയം ഒരു ശരീക്കിനെ ഒരു പങ്കുകാരെ സ്വീകരിച്ചുവെന്നല്ല അർത്ഥം. അത് ഉണ്ടാവുകയില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജിന്നും മലക്കും അഭൗതികമാണ് എന്നൊരു വാദം ഇവിടെ പുതുതായി കൊണ്ടുവന്നു. അപ്പൊ ഏതായിരുന്നാലും ആ സീഡിലെല്ലാം, ആ 4 സീഡിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് പ്രയോഗിക്കൽ തെറ്റല്ല, അത് ശരി തന്നെയാണ് എന്ന് ഈ 4 സീഡിലും കാണാൻ കഴിയും. ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജിന്നും മലക്കും അഭൗതികമാണ് എന്നൊരു വാദം ഇവിടെ പുതുതായി കൊണ്ടുവന്നു. അപ്പൊ ഏതായിരുന്നാലും ആ സീഡിലെല്ലാം, ആ 4 സീഡിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് പ്രയോഗിക്കൽ തെറ്റല്ല, അത് ശരി തന്നെയാണ് എന്ന് ഈ 4 സീഡിലും കാണാൻ കഴിയും. ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. രൂപത്തിൽ ഞാൻ മാറ്റിയെഴുതുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്. തിരുത്തണം എന്ന് പറഞ്ഞാൽ അതൊരു കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. ആ ഖുർആൻ കേൾക്കൂല. പക്ഷെ ഉത്തരം ും മാത്രമല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അല്ല പറഞ്ഞത് മസ്തജാബുലക്കും. ഇതാണ് എന്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ഷിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്ത് ഓതിയില്ല എന്ന് പറയണ്ട. അപ്പോ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം. പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. 3 ചോദ്യമാണ് ചോദിച്ചത്. 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ പറയും ഇബ്നു അബ്ബാസ് വസിയത്തു ശിർക്ക് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. നമുക്ക് വ്യാഖ്യാനപ്പെടുന്ന വിശദീകരണം ഉണ്ട് ഇടവണ്ണ ടൗണിന് മഗ്‌രിബിന് ശേഷം. അപ്പൊ വാക്യങ്ങൾ അവിടെ പറഞ്ഞോളാം. അപ്പൊ അതിനും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഇടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാനാ. അവിടെയല്ല ഇവിടെ പറയേണ്ടത്, ഇവിടെ തന്നെ പറയിപ്പിക്കും. എന്താ ഇടവണ്ണ പോയിട്ട് പറഞ്ഞു? മറുപടി ചോദിച്ചിന് ഇവിടെ പറയും. ഈ ആയത്തിൽ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് ഏത് സഹാബി പറഞ്ഞു എന്നല്ലേ? പിടിച്ചോളൂ ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾ അന്ന് പറഞ്ഞ വാചകമാണ്. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇബ്നു അബ്ബാസ് പറയുന്നു. ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞു വായിച്ചിട്ട് കാര്യമുണ്ടോ മോലിയാരെ?
ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ? നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത് എന്താ? അതപ്പോഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയറിയാൻ പിടിച്ച മാതിരിയാ, പിടിച്ചോടത്തെ കിട്ടാതെ അങ്ങനെ പോകാൻ വിടൂല. അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ ഉണ്ട് പിടിച്ചോളൂ സുല്ലമി. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. മൂന്നാമത്തെ ചോദ്യവും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ 3 ചോദ്യമാണ് ചോദിച്ചത്, 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. വസീയത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചലും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റൂല. വസീലത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലില്ല, പക്ഷെ നിങ്ങളുടെ വാദത്തിലുണ്ട്. വസീലത്തു ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വാദത്തിലുണ്ട്. അപ്പൊ വസീലത്തു ശിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട്? ഖുർത്തുബിയിലില്ല. വസീലത്തു ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലില്ല. പിന്നെ വസീലത്തു ശിർക്ക് എവിടെയുള്ളത്? നിങ്ങളുടെ വാദത്തിൽ.